നസ്കർ പിണറായി വിജയനോട് എന്തിനാണ് ഇത്രമാത്രം വിരോധമെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ അതിന് ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. എനിക്കങ്ങനെ വ്യക്തിപരമായ ഒരു വിരോധവുമില്ല. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് ഒന്നിലേറെ തവണ AKG സെന്ററിൽ പോയി സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. വ്യക്തിപരമായി ഫോൺ വിളിച്ചാൽ എടുക്കുന്ന എന്തുണ്ട് സഖാവേ എന്ന് ചോദിക്കാനുള്ളൊരു പരിചയം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. എനിക്ക് പിണറായിയോട് വിരോധമുണ്ടായത് ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അപജയത്തിലും ദുഷ്ടമാതൃകയിലും മാത്രമാണ്. അനേകം കാര്യങ്ങൾ എണ്ണി പലതവണ പറഞ്ഞിട്ടുണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നാൽ ഓരോ വ്യക്തിയും, അത് പൊതുപ്രവർത്തകനാവട്ടെ സ്വകാര്യ വ്യക്തിയാവട്ടെ, അവർക്ക് ഈ സമൂഹത്തോട് ചില കടപ്പാടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവന് ലഭ്യമായിരിക്കുന്ന വിഭവങ്ങൾ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ. എല്ലാവരും ഗാന്ധിയന്മാരാകണമെന്ന് വിശ്വാസം എനിക്കില്ല. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നമുക്ക് ചെലവഴിക്കാനുള്ളതാണ്. അത് നമുക്ക് സുഖത്തിന് വേണ്ടി ചെലവഴിക്കാം, നല്ല വീട്ടിൽ താമസിക്കാം, നല്ല കാറിൽ യാത്ര ചെയ്യാം, നല്ല ഭക്ഷണം കഴിക്കാം, നല്ല വസ്ത്രം ധരിക്കാം, ഒരു തെറ്റുമില്ല. അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണെങ്കിൽ പൊതുപ്രവർത്തകർക്ക് അത്രയും സ്വാതന്ത്ര്യമില്ല. അധ്വാനിച്ചുണ്ടാക്കുന്ന പണമുള്ളവനെ നല്ലത് അനുഭവിക്കാനുള്ള അർഹതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും എല്ലാ നല്ലതിനും ഒരു പരിമിതി ഉണ്ടാവണം, ഒരു ലിമിറ്റ് ഉണ്ടാവണം. നിങ്ങൾ ഒരിക്കലും ഒരു വിഭവവും ദൂർത്തടിക്കാൻ പാടില്ല. നല്ലത് ഉപയോഗിച്ചോളൂ, നല്ലത് കഴിച്ചോളൂ, നല്ല വീട്ടിൽ താമസിച്ചോളൂ. പക്ഷേ അതിനും ഒരു പരിധിയുണ്ട്. അത് ദൂർത്താവരുത്. കംഫർട്ട് ആവാം, ദൂർത്താവരുത്. കാരണം ഒരു തുള്ളി വെള്ളമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്, വെള്ളമില്ലാത്തതുകൊണ്ട് കുളിക്കാത്ത മനുഷ്യരുണ്ട്. അവർക്കുള്ള വെള്ളം ഇങ്ങനെ നാവിൽ തൊട്ടു നോക്കാൻ മാത്രമേ പറ്റൂ. ഭക്ഷണമില്ലാത്തതുകൊണ്ട് മരിക്കുന്ന കുട്ടികളുണ്ട്. ലോകത്തെ വിഭവങ്ങൾ അങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ വിഭവങ്ങളെ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ പിന്നെ പണം ദൂർത്തടിക്കുന്നതിനെ കുറിച്ച് പറയേണ്ടതുണ്ടോ? അതും പൊതുപ്പണം ദൂർത്തടിക്കുന്നതിനെ കുറിച്ച് പറയേണ്ടതുണ്ടോ? പിണറായി വിജയന് എന്തോ കാരണത്താൽ ഖജനാവിലെ പണം ദൂർത്തടിക്കുന്ന കാര്യത്തിൽ യാതൊരു വിധ നിയന്ത്രണവുമില്ല. വേണ്ടപ്പെട്ടവർക്കൊക്കെ വീതിച്ചു കൊടുക്കുന്നു, അത് അഴിമതിയാണ്, കുഴപ്പമില്ല. പക്ഷെ വെറുതെ കളയാൻ പാടില്ല. അത് അടിച്ചു മാറ്റിയാലും വേണ്ടപ്പെട്ടവർക്ക് കൊടുത്താലും കുഴപ്പമില്ല, വെറുതെ കളയാൻ പാടില്ല. പിണറായി വിജയൻ വെറുതെ പണം കളയുന്നു, ഖജനാവിലെ പണം വെറുതെ നശിപ്പിക്കുന്നു. എനിക്കതിൽ വലിയ വേദനയുണ്ട്. സർക്കാർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഓരോ തുകയും ദൂർത്താണ്. പെരിയയിലെ കുട്ടികളുടെ കാര്യം മാത്രം ഓർക്കുക. 2 കുരുന്നു കുട്ടികൾ, അവർ കൊല ചെയ്യപ്പെട്ടു അവരുടെ അഭിപ്രായത്തിന്റെ പുറത്ത്. അവർ നാളെ മന്ത്രിയോ MLA ഒക്കെ മാറേണ്ട നല്ല പിള്ളേരായിരുന്നു. അവരെ കൊന്നു തള്ളി അവരെ ശിക്ഷിക്കേണ്ട ബാധ്യത ആർക്കാണ്? സർക്കാരിനാണ്. അതിനുവേണ്ടിയാണ് പണം ചെലവഴിക്കുന്നത്. പക്ഷേ അവരെ രക്ഷിക്കാൻ ലക്ഷക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് മുടക്കി സുപ്രീം കോടതി വരെ പോയി. അത്തരത്തിൽ നീചകൃത്യങ്ങൾ പിണറായി വിജയൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വിജയന്റെ കൈകളിൽ തിന്മയുടെ രക്തം കലർന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് തന്നെയാണ് എന്നെ വേദനിപ്പിക്കുന്നത്. പിണറായി വിജയന് ക്ലിഫ് ഹൗസിൽ താമസിക്കാം, അത് മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷെ 2ാം നിലയിലേക്ക് കയറാൻ വേണ്ടി പിണറായി വിജയൻ 25 ലക്ഷം രൂപ മുടക്കി ഒരു ലിഫ്റ്റ് പണിതത്, അതിന് ചുറ്റുമതിൽ കെട്ടി 40 ലക്ഷം രൂപ മുടക്കുന്നത്, ഗോശാല ഉണ്ടാക്കാൻ 25 ലക്ഷം മുടക്കുന്നത്, ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി സുരക്ഷിതമായ വാഹനത്തിൽ യാത്ര ചെയ്യാം. മുഖ്യമന്ത്രിയുടെ മുമ്പിലും പിറകിലും അകമ്പടി വാഹനങ്ങളാവാം. മുഖ്യമന്ത്രിയുടെ മെഡിക്കൽ സംഘത്തിന് കൂടെ പോകാം. പക്ഷേ ഒരു നിര വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തടസ്സപ്പെടുത്തുന്നത് ധൂർത്താണ്, അഹങ്കാരമാണ്. ഇതൊക്കെയാണ് ഞാൻ പിണറായിയെ വെറുക്കാൻ കാരണമായത്. ഈ വെറുപ്പ് ഇനി അധികകാലം കൊണ്ടു നടക്കേണ്ടി വരില്ല എന്ന പ്രതീക്ഷയിലാണ് ഞാൻ. ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി അധികാര കസേരയിൽ നിന്നും നിഷ്കാസിതനാവുമെന്നും ഈ പൊതു സ്വത്തുക്കളൊന്നും ലഭിക്കാതെ മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരുപക്ഷെ വളഞ്ഞ വഴിയിലൂടെ വെള്ളാപ്പള്ളി നടേശൻ കരസ്ഥമാക്കിയിരിക്കുന്നത് പോലെ ഒരു സുരക്ഷാ സന്നാഹമൊക്കെ അദ്ദേഹം നേടിയെടുക്കുമായിരുന്നു. എങ്കിലും വേണ്ടില്ല, ഈ പൊതുഖജനാവിലെ പണം ദൂർത്തടിക്കുന്നത് അവസാനിക്കുമല്ലോ. പിന്നെ എനിക്ക് പിണറായിയോട് ശത്രുത ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഈ ശത്രുതയ്ക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തികൾ അദ്ദേഹം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന ചോദ്യത്തിന് അദ്ദേഹം ഭരണവിരുദ്ധ വികാരമാണെന്ന് പറയുന്നില്ല. ജോൺ ബ്രിട്ടാസിന്റെ ഒരു തിയറി പുതുതായി പുറത്തു വന്നിട്ടുണ്ട്. UDF-ൻ്റെത് കൂടിയില്ല, LDF-ൻ്റെത് കുറഞ്ഞില്ല, BJP-ൻ്റെത് കുറഞ്ഞു. അത്തരം തിയറികളിൽ പിടിച്ചു നിൽക്കുകയാണ് CPIM. ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല, ചില ചെറിയ കുഴപ്പങ്ങൾ പറ്റിയെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഒന്നും കുഴപ്പമില്ല, ന്യായീകരണമാണ്. തെറ്റുതിരുത്താൻ മനസ്സില്ലാത്തവരെ പിന്നെ നമ്മൾ ശരിയാക്കാൻ ശ്രമിച്ചൊരു കാര്യമുണ്ടോ? എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഉണ്ട്. ഇന്നലെ വൈകുന്നേരം മുതൽ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ കടുംവെട്ടുകളിൽ ഒന്നാണ്. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ ഭരണപരമായ ഹെഡ്, തലവൻ ഗവർണറാണ്. എന്നാൽ യഥാർത്ഥ തലവൻ മുഖ്യമന്ത്രിയാണ്. ഇവർ തമ്മിൽ പരസ്പരം സഹകരിച്ചു പോകണം. ഗവർണറെ അവിടെ വെച്ചിരിക്കുന്നത് ഭരിക്കാനല്ല, ഭരണം നിയമപരമാണ്, ഭരണഘടനാപരമാണ് എന്ന് ഉറപ്പാക്കാനാണ്. അതേ ഗവർണർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ ഭരണഘടനയെ മറികടന്നുകൊണ്ട് തന്റെ വ്യക്തിപരമായ താല്പര്യം സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു. അതാണ് ഭിന്നതയിലായത്. ഒടുവിൽ അനുഭവിച്ചത് ആരാണ്? ഇവിടുത്തെ വിദ്യാർത്ഥികൾ.
ഇവിടുത്തെ സർവകലാശാലകൾക്ക് വർഷങ്ങളായി VC-മാരില്ല എന്നൊരവസ്ഥയാണ്. അങ്ങനെ 2 സർവകലാശാലകളിലെ തർക്കം കോടതിയിലെത്തുന്നു. സർക്കാരാണ് സുപ്രീം കോടതിയിൽ കൊണ്ടുപോയത്. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെയും കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും. സുപ്രീം കോടതി പറയുന്നു, നിങ്ങളിരുന്ന് പരസ്പരം സംസാരിച്ചു തീർക്കൂ. രണ്ടുപേരും ഇന്ന് സംസാരിക്കില്ല. രണ്ടുപേരും പിടിവാശിയിൽ തുടർന്നു. മുഖ്യമന്ത്രി പറയുന്നു, എന്നയാളെ എനിക്ക് വേണ്ട. ഡോക്ടർ സിസ തോമസ് എന്ന പേരുള്ള മര്യാദക്കാരിയായ ഒരു യോഗ്യതയുള്ള ഒരു അധ്യാപിക, അവരെ വേണ്ട. ഇതാണ് പിണറായിയുടെ വാശി. എന്താ പിണറായി ഇങ്ങനെ വാശി കാണിക്കുന്നത്? അവരുടെ സീനിയോറിറ്റിയും കഴിവും പരിഗണിച്ച് പഴയ ഗവർണർ അവരെ താൽക്കാലിക VC ആക്കി നിയോഗിച്ചു. ഗവർണർ ഉത്തരവിറക്കി കഴിഞ്ഞാൽ ഏറ്റെടുക്കാതിരിക്കാൻ കഴിയുമോ? ഒരു ബഹളത്തിന് പോകുന്ന ആളല്ല ഡോക്ടർ സിസ തോമസ്. ഒരു രാഷ്ട്രീയവുമില്ല. മര്യാദയ്ക്ക് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പണി ചെയ്ത് ശമ്പളം വാങ്ങി ജീവിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ. ഗവർണറുടെ ഉത്തരവ് പുറത്തു വന്നു. അവർ ഇപ്പോൾ ചുമതലയേറ്റു. അവരെ ഖരവോ ചെയ്ത് അപമാനിച്ച് ഇറക്കി വിടാൻ ശ്രമിച്ചു. കോടതിയിൽ പോയി. കോടതി അവർക്ക് സംരക്ഷണം കൊടുത്തു. ആ വാശിക്ക് പറയുന്നു, അവരെ ഒരു പദവിയിലും വയ്ക്കാൻ പാടില്ല. ഗവർണർ പറയുന്നു, യോഗ്യത ഏറ്റവും കൂടുതൽ അവർക്കാണ്. ഒടുവിൽ കോടതിയിലെത്തുന്നു. സുപ്രീം കോടതി ഒരു സെർച്ച് കമ്മിറ്റിക്ക് രൂപം കൊടുക്കുന്നു. സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നു, ഈ 2 കൂട്ടരും പറയുന്ന പേരുകളൊക്കെ പരിഗണിച്ചിട്ട് നിങ്ങൾ ഒരു ലിസ്റ്റ് മുഖ്യമന്ത്രിക്ക് കൊടുക്കും, മുഖ്യമന്ത്രി ഗവർണർക്ക് കൊടുക്കും, ഗവർണർ നിയമിക്കും. കാരണം ഗവർണറാണ് നിയമനാധികാരി. ഈ സെർച്ച് കമ്മിറ്റി കൊടുത്ത ലിസ്റ്റിൽ ഏറ്റവും ഒടുവിലാക്കി ഡോക്ടർ സിസയുടെ പേര് ചേർത്ത് സിസയെ എടുക്കരുത് എന്നൊരു ശുപാർശ കത്തുകൂടി വെച്ച് ഗവർണർക്ക് കൊടുക്കുന്നു. ഗവർണർ സമ്മതിക്കുന്നില്ല. പിന്നെയും കോടതിയിലെത്തുന്നു. കോടതി പറഞ്ഞു, നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യൂ. പിണറായിയുടെ ഈഗോ അനുവദിക്കുന്നില്ല. മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത 2 മന്ത്രിമാരെ അങ്ങോട്ട് അയച്ചു. പരിപാടി പാളി. ഒടുവിൽ സഖി കെട്ട് സുപ്രീം കോടതി പറഞ്ഞു, ഇനി നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ തീരുമാനിച്ചോളാം. ആ സെർച്ച് കമ്മിറ്റിയുടെ തലവനോട് പറയുന്നു, റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജാണ്, അവരോട് പറയുന്നു, ആരെയാണ് നിയമിക്കേണ്ടതെന്ന് ഇങ്ങോട്ട് പറയൂ, നിയമിക്കാമെന്ന്. ഇത് പക്ഷേ ഒരു നിയമ പ്രശ്നമുണ്ടാകും. കാരണം സെർച്ച് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാനേ പറ്റൂ. നിയമിക്കേണ്ടത് ഗവർണറാണ്. അതാണ് നിയമം. അപ്പൊ സുപ്രീം കോടതിക്ക് നിയമിക്കാൻ കഴിയുമോ? ഇതൊരു സാങ്കേതിക പ്രശ്നമാണ്. പക്ഷെ അപ്പോഴേക്കും പിണറായി വിജയൻ മനസ്സിലായി, കാര്യം കൈവിട്ടു പോകുന്നു. സുപ്രീം കോടതി ഒരിക്കലും താൻ വിചാരിച്ചതുപോലെ നിൽക്കില്ല. ഒടുവിൽ പിണറായി വിജയൻ പിറകോട്ട് ഇറങ്ങി വരുന്നു. ഗവർണറുമായി ധാരണയിലെത്തുന്നു. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഗവർണർക്കും ഒരു യൂണിവേഴ്സിറ്റി പിണറായിക്കും കൊടുക്കുന്നു. എന്ന് വെച്ചാൽ സിസ തോമസിനെ വേണ്ട എന്ന് പിടിവാശി പിണറായി ഉപേക്ഷിക്കുന്നു. സിസ തോമസിനെ KTUവിന്റെ VC ആയി നിയമിക്കാൻ പിണറായി സമ്മതിക്കുന്നു. പകരം സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല VC ആക്കണമെന്ന് പിണറായി ആവശ്യപ്പെടുന്നു. അത് ഗവർണർ വഴങ്ങുന്നു. അങ്ങനെ ആ പ്രശ്നത്തിന് പരിഹാരമായി. സെർച്ച് കമ്മിറ്റിയിലേക്ക് പേര് കൊടുക്കുന്നു. സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതിക്ക് കൈമാറും. 2 യൂണിവേഴ്സിറ്റികളുടെ VC-മാരെ നിയോഗിക്കുന്നു. കേൾക്കുമ്പോൾ സന്തോഷവും സമാധാനവും തോന്നും. എന്നാൽ ഇതിന്റെ പിറകിൽ ഖജനാവിനുണ്ടായിരിക്കുന്ന പണച്ചെലവ് എത്ര എന്നറിയാമോ? ഈ സെർച്ച് കമ്മിറ്റിക്ക് ഇത് കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ സുപ്രീം കോടതി നിയോഗിച്ച സെർച്ച് കമ്മിറ്റിയുടെ സിറ്റിംഗ് ഫീസ് ഇനത്തിൽ മാത്രം നമ്മുടെ നികുതി പണത്തിൽ നിന്ന് 31 ലക്ഷം രൂപ കൊടുത്തു. ഈ കേസിന് വേണ്ടി അനേകം തവണ സുപ്രീം കോടതിയിൽ മുതിർന്ന അഭിഭാഷകരെ കോടതിയിൽ എത്തിച്ച വകയിൽ കോടിക്കണക്കിന് രൂപ മുടക്കും. വിവരാവകാശ പ്രകാരം ചോദിച്ചവർ തരില്ല. മുകുൾ റോത്തോക്കി എന്ന് പറയുന്ന സുപ്രീം കോടതി വക്കീലിനെ കോടതിയിൽ കൊണ്ടുവരണമെങ്കിൽ 50 ലക്ഷം രൂപയാണ് ഒരു സിറ്റിംഗിന് കൊടുക്കേണ്ടത്. ഇത്തരത്തിൽ സീനിയർ അഭിഭാഷകരെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പലതവണ നിയോഗിച്ച് വർഷങ്ങളോളം കേസ് നടത്തി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ഒടുവിൽ മുഖ്യമന്ത്രി ഈഗോ മാറ്റിവെച്ചിട്ട് പറഞ്ഞു, ശരി സിസ തോമസിനെ എടുത്തോളൂ, എനിക്ക് വിരോധമില്ല, സജി ഗോപിനാഥിനെയും എടുക്കണം. പ്രശ്നം പരിഹരിച്ചു. 2 പേർക്കും നേരത്തെ ഈ ധാരണയിലെത്താമായിരുന്നു, എത്തിയില്ല. അതായത് ഖജനാവിന് പണമെടുത്ത് വെറുതെ ദൂർത്തടിച്ച് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് ഒടുവിൽ സെറ്റിൽമെന്റ് ആയിട്ട് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിച്ച് തീർക്കാവുന്ന ഒരു കാര്യത്തിന് പരിഹാരം ഉണ്ടായിരിക്കുന്നു. ഇതാണ് പിണറായി എന്ന് പറയുന്ന മനുഷ്യനെ വെറുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഖജനാവിലെ പണമെടുത്ത് ചെലവഴിക്കുമ്പോൾ അതിന് മര്യാദ വേണം. അത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ല. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണം പോലും ഞാൻ ചെലവഴിക്കുന്നത് ഉത്തരവാദിത്വത്തോടെ വേണം. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ എടുത്തുപോയാൽ ഇഷ്ടമില്ലാതെ കഴിക്കുന്ന മനുഷ്യനാണ് ഞാൻ. എനിക്ക് വിഷമമാണ്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം എനിക്കിത് മതി, പക്ഷെ ഞാൻ എടുത്തുപോയി കഴിക്കും. എൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല. കാരണം ആ ഭക്ഷണം വേസ്റ്റ് ആക്കിയാൽ അത് ഒരു തുള്ളി കുടിവെള്ളത്തിന് വേണ്ടിയും ഒരു നേരത്തെ അല്പം ഭക്ഷണത്തിന് വേണ്ടിയും കരഞ്ഞു നിലവിളിച്ച് കിട്ടാതെ മരിച്ചു പോകുന്ന മനുഷ്യരെ കുറിച്ച് ഓർമ്മ മനസ്സിൽ വരും. അവിടെയാണ് ഖജനാവിലെ പണമെടുത്ത് ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ദൂർത്തടിച്ചില്ലാതാക്കുന്ന ഇത്തരത്തിലുള്ള ദുഷ്ടത്തരങ്ങൾ, ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വമില്ലായ്മ, അതാണ് പിണറായിയെ വെറുക്കപ്പെട്ടവനാക്കുന്നത്. എനിക്ക് പിണറായിയുള്ള വിരോധം വ്യക്തിപരമല്ല. ഇത്തരത്തിൽ നിരന്തരമായി പിണറായി വിജയൻ എന്ന ഭരണാധികാരി കാട്ടിക്കൂട്ടുന്ന ദൂർത്ത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതൊന്ന് അവസാനിച്ച് കിട്ടണേ. കാരണം പിണറായി തിരുത്തില്ല. ഈ 10 വർഷവും പിണറായി ഇങ്ങനെയാണ് ചെയ്തത്, തിരുത്തുകയില്ല. ഖജനാവിലെ പണമല്ലേ, തൻ്റെ അല്ലല്ലോ.
നമുക്കിതിനെ കണക്ക് പരിശോധിച്ചാൽ തീരില്ല. ഇഷ്ടം പോലുണ്ട് ചെലവഴിച്ചതിന്. പിണറായി വിജയൻ എവിടെ പോയാലും നമ്മുടെ പണം മുടക്കി വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേ താമസിക്കൂ. പിണറായി വിജയന് പനി വന്നാലും ലക്ഷങ്ങൾ നമ്മൾ മുടക്കണം, അതൊക്കെ പോട്ടെ. പക്ഷെ ഇത്തരത്തിൽ അനാവശ്യ വ്യവഹാരങ്ങളിലൂടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പണം നഷ്ടപ്പെടുത്തുമ്പോൾ, ദൂർത്തടിക്കുമ്പോൾ എങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും ഈ മനുഷ്യനെ? എങ്ങനെ നമുക്ക് ക്ഷമിക്കാൻ പറ്റും ഈ മനുഷ്യനെ? അതുകൊണ്ടാണ് പറയുന്നത്, അവസാനിക്കട്ടെ ഈ ദുർഭരണം, അവസാനിക്കട്ടെ ഈ ദുരന്തം. ഇനി 2-3 മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് വായിട്ടലിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ലല്ലോ എന്നോർത്ത് ആശ്വസിക്കാം.